ഹലോ ഗായ്സ്, എന്തെല്ലാം സെറ്റല്ലേ? ഡിസ്ക്ലെയിമർ കണ്ടല്ലോ അല്ലേ? ഡിസ്ക്ലെയിമർ വയ്ക്കാത്ത ഒരു പരിപാടി ഇനിയില്ല, ഒരു പരിപാടി. 8ൻ്റെ പണിയാണ് കിട്ടിയത്. എൻ്റെ ബാക്കിലേക്കുള്ള 3-4 വീഡിയോ അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അത്യാവശ്യം പ്രോഫിറ്റ് എടുത്തൊരു വീഡിയോ ആണ്. ഇത് നമ്മുടെ ഒരു സൈറ്റാണ്. ഇന്നിപ്പോൾ അടുത്തൊരു ട്രേഡിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഞാൻ ലൈവ് വീഡിയോ കാണിക്കുന്നില്ല. ലൈവ് വീഡിയോ കാണിച്ചപ്പോഴാണ് പ്രശ്നമായത്. ലൈവ് നേരത്തെ കാണിച്ച പോലെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഒരു പ്രോജക്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. ഇവിടെയൊക്കെ നേരെ കാണുന്നിടത്തും ഇപ്പോൾ നമ്മൾ പുറത്തൊരു സ്ക്രീൻ വെക്കാനുണ്ട് 2 സൈഡിലും. അപ്പോൾ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ സ്ക്രീൻ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഈ വീഡിയോ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡ് തന്നെയാണ്. എല്ലാവർക്കും പരാതിയാണ് ഞാൻ ഗാംബ്ലിംഗ് ആണ് ചെയ്യുന്നത്. ഗാംബ്ലിംഗ് ഒന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്തൊരു ചാൻസ് ഇപ്പോൾ ഈ നമ്മുടെ താരിഫൊക്കെ മാറ്റിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടും. ആ ചാൻസിൽ കയറും. ഈ ചാൻസ് ഒന്നും എല്ലാ ദിവസവും കിട്ടിക്കൊള്ളുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഡെയിലി ട്രേഡറല്ല. ഇതൊരു ഈ പറഞ്ഞ വരുമാന മാർഗ്ഗമാക്കുന്നില്ല എന്നും പറയുന്നില്ല. ഇതിന് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നൊക്കെ ഞാൻ വിഡ്രോ ചെയ്യാറുണ്ട്. ഇത് എൻ്റെ വരുമാന മാർഗ്ഗമൊന്നുമല്ല. ഇത് ഞാൻ തൊടാറില്ല എന്നൊന്നുമില്ല. ഞാൻ തൊടാറുമുണ്ട്. അത്യാവശ്യം പ്രോഫിറ്റൊക്കെ എപ്പോഴും എടുക്കാറുമുണ്ട്. എനിവേ, ഞാൻ അത്യാവശ്യം ഇതിനകത്ത് പ്രോഫിറ്റ് വരുന്നത് കീപ്പ് ചെയ്ത് വയ്ക്കാറില്ല. ഞാൻ ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്ത് മാറ്റും. ഞാൻ അതിനകത്ത് ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രമേ ഞാനത് ഇടാറുള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും ഇന്നെന്താണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഫോട്ടോസായിരിക്കും, എന്നാലും അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണല്ലോ വയ്ക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ ചാർട്ട് നോക്കിയോ. ഇതാണ് ഇന്നത്തെ ദിവസത്തെ ചാർട്ട്. ഇന്നത്തെ ദിവസത്തെ ചാർട്ടിനകത്ത് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുരുദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ മറ്റേ ശ്രീരാം ഫിൻ കണ്ടില്ലേ, 680 അതൊന്ന് സെല്ലെടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടാവും 3 പോയിൻറ്റ് സംതിങ് എന്തോ പ്ലസ് ആണ് മേളിലേക്കുള്ളത്. അത് സെല്ലെടുക്കാനുള്ള പരിപാടിയാണ്. സെല്ലെടുക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ്. അതൊന്ന് താഴേക്ക് വരുമ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത് ഇറങ്ങും. ഏകദേശം കണ്ട് 337 ക്വാണ്ടിറ്റി വരുന്നുണ്ട്. 45,000 എന്തോ പേയ്മെൻറ്റും ഉണ്ട്. ഓക്കെ, നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇതിനകത്ത് സ്കാൽപ്പിംഗ് സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് മൈനസാണ്. അതിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് പ്ലസ് എന്തോ സംതിങ് പ്ലസ് 3 പോയിൻറ്റ് എന്തോ മുകളിലായിരുന്നു നേരത്തെ. അത് താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സെല്ലടിച്ചിറങ്ങും. ഇതാ അവൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഉണ്ടോ, അവൻ ഇത്രയും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ട്രേഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ ഫസ്റ്റ് ക്യാൻഡിലാണത്. അവൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു 10-15 മിനിറ്റ് അത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങുള്ളൊരു 10-15 മിനിറ്റ് അത് നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺ നല്ലൊരു മൂവ്മെൻറ്റ് കാണിക്കും. ആ കാണിക്കുന്ന മൂവ്മെൻറ്റിൽ കയറി പ്രോഫിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചാടി ഇറങ്ങാന്നുള്ള പദ്ധതിയായിട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളത്. ഏതായാലും ഒന്നുകൂടി ഒന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വിഡ്രോ ചെയ്ത് ഞാൻ ഇറങ്ങും. അതാണ് പ്ലാൻ. ഓക്കെ, ചിലപ്പോൾ ഇന്നൊരു ട്രേഡ് എടുക്കുമല്ലോ, 2 ട്രേഡ് എടുക്കും, നോക്കാം. ഓക്കെ, ഇതാ അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 2-3% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 1190 എന്തോ ആയിട്ടുണ്ട്. 36 എന്തോ ചാർജസും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്തൊരു സ്റ്റോക്ക് കൂടി ചെക്ക് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് അടുത്തൊരു ഫോട്ടോയിൽ കാണിക്കാം. ഓക്കെ, അടുത്തത് റിലയൻസ് ആണ്. ഇതേ അടുത്ത 10ാമത്തെ മിനിറ്റ് കണ്ട് 5 മിനിറ്റിൻ്റെ രണ്ടാമത്തെ ക്യാൻഡിലാണത്. അവൻ ഫുൾ ഇത്രയും ഡൗൺ ആണ്. അപ്പോൾ റിലയൻസ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മേലോട്ട് നമ്മുടെ താരിഫൊക്കെ മാറ്റിയതിന് ശേഷം ആ മേലോട്ട് റിലയൻസ് കുറച്ച് എൻ്റെ ലിസ്റ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ മേലോട്ട് വന്നിട്ടില്ല. ഇന്നെന്തായാലും ഞാൻ ബൈ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2ാമത്തെ ക്യാൻഡിൽ അത്യാവശ്യം നല്ല ഡൗൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ എന്തായാലും ബൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ വല്ല മാനിപ്പുലേറ്റഡ് ആണോ അല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസത്തെ റിലയൻസിൻ്റെ ഇത് എടുത്താൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. എവിടെ നിന്നാണ് തുടങ്ങിയത്, എത്രയിലാണ് പോയിട്ട് നിൽക്കുന്നതൊക്കെ നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ഇത് ബൈ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഇത് ബൈ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബൈ ഇങ്ങനെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് അത്യാവശ്യം കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ 186 ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഓക്കെ, ഓർഡർ സെറ്റായിട്ടുണ്ട്. ഇതാ സാറ് താഴോട്ട് ഇറങ്ങിയിട്ട് ഇത്രയും വരെ മേലോട്ട് കയറിയിട്ടുണ്ട്. ഒന്ന് താഴെ കയറിയപ്പോൾ ഞാനൊന്ന് പകച്ചു. ഇന്നത്തെ കാര്യം കട്ടപ്പുകയാവോ എന്ന് വിചാരിച്ചു. അതൊന്ന് മേളിലിട്ട് താഴോട്ട് ഇറങ്ങിയല്ലോ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ അല്ലാതെ ആൾ മേളിൽ കയറി. പിന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, ഈ പ്രോഫിറ്റ് മതി. ഞാനത് വിഡ്രോ ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും പ്രോഫിറ്റ് മതി. ഞാനാണെങ്കിൽ ഇന്ന് ഏകദേശം 2700 സംതിങ് ആയിട്ടുണ്ട്. മതി, ഇത്രയും പ്രോഫിറ്റ് മതി.
അയ്യോ നോക്കിയ മോനെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങരുതായിരുന്നു. ഇതാ അവനെ അത്രയും മേളിലോട്ട് കയറി നോക്കി. ഞാൻ ജസ്റ്റ് ആ താഴ്ന്ന് ഇറങ്ങുന്ന മേളിൽ കയറിയപ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത് ഇറങ്ങി. ഒരുപാട് നേരം പുള്ളി അവിടെ നിന്ന് കളിച്ചു. അപ്പോൾ പിന്നെ ഇനി വരില്ല, ഇനി വീണ്ടും ചിലപ്പോൾ താഴോട്ട് പോകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്ത് ഇറങ്ങിയത്. 2700 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, അത് മതി, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത്ര അങ്ങോട്ട് കയറി മേലോട്ട് വരുന്ന ഞാൻ ഓർത്തില്ല. ഞാൻ പിന്നെ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സ്റ്റോക്കുകളും ഇറങ്ങിയായിരുന്നു. എല്ലാ സ്റ്റോക്കുകളും ഇറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ താരിഫ് ചേഞ്ച് ചെയ്തില്ലായിരുന്നു. താരിഫ് ചേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കി എൻ്റെ കയ്യിലുള്ള ഏകദേശം 98 ലിസ്റ്റിനകത്ത് ഏകദേശം ഒരു 60-65% എല്ലാം തന്നെ മേലോട്ട് കയറുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് ജസ്റ്റ് ഓടിഞ്ഞ് വന്നിട്ട് കാലത്ത് തന്നെ വന്നിട്ട് വായി തോന്നിയ പോലെ ഓരോന്ന് എടുക്കുക, ഓരോന്ന് സെല്ല് ചെയ്യാനല്ല കേട്ടോ. കറക്റ്റായിട്ട് ഇന്ന് ഏതാണ് എടുക്കേണ്ടത്, ഇന്ന് ഏതാണ് നോക്കേണ്ടതെന്നുള്ളൊരു 5-6 സ്റ്റോക്ക്. ഇപ്പോൾ ഈ 10-90 സ്റ്റോക്കുകൾ ഞാൻ എൻ്റെ ലിസ്റ്റിലിട്ട് വെച്ചാൽ അതിലൊരു 5-6 എടുത്ത് ഞാൻ ഏറ്റവും മേളിൽ വയ്ക്കും. അതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യമേ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. എനിവേ, പോയത് ഓർത്ത് ഇരുന്നിട്ട് കാര്യമില്ല. നേരത്തെ വെച്ചാൽ സ്ക്രീനിൻ്റെ വീഡിയോ ഉണ്ടായി കാണാൻ പോകുന്നത്. എല്ലാവരും ജസ്റ്റ് നോക്കി, നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ഇല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഇത് നേരിട്ട് കണ്ടത് നമുക്ക് കിളി പോയെന്നുള്ളതാണ്. കിളി പോയെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. എനിവേ, ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതതിൻ്റെ ഒരു ടെസ്റ്റ് ഡെമോ ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ് എന്താ അവസ്ഥ എന്ന് പറയാനായിട്ട്. ഓക്കെ, എനിവേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റിലയൻസിൽ അത്രയും അങ്ങോട്ട് മേലോട്ട് കയറി അയ്യോ ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം നമുക്കില്ല. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള മാർക്കറ്റ്, നമുക്ക് ആവശ്യത്തിന് മേളിലോട്ട് ചില സമയത്ത് ലോട്ടറി പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18% എടുത്തിട്ടുണ്ട്, 12 ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസിലുണ്ട്. ആരും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ. ഓക്കെ, ഇത് ഇത് പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് കൂടിയും ചെയ്ത് വിട്ടു. ഇതെങ്ങനെയുണ്ട് നമ്മുടെ വർക്ക്? കൊള്ളോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടിയും ചെയ്ത് വിടൂ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വിടൂ. ഓക്കെ, ഞാൻ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ തീക്കളിയാണ്. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്ന തീ പോലെ തന്നെ തീക്കളി തന്നെയാണ്. ഞാൻ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇത് ഗാംബ്ലിങ് തന്നെയാണ്. ഇൻട്രാഡേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കസിനുമാണ്. അതിനകത്ത് ഗാംബ്ലിങ് അല്ലാതെ പിന്നെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ട്രേഡ് എടുക്കുക, കുറച്ച് ലാഭം എടുക്കുക, ഇറങ്ങാം. പിന്നെ ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സൈറ്റിൽ അത്യാവശ്യം നല്ല ബിസിയാണുള്ളത്. അതാരം കൊണ്ട് ഇതെൻ്റെ ഒരു മെയിൻ വരുമാനമൊന്നുമല്ല. എൻ്റെ വരുമാനം എൻ്റെ വർക്ക് തന്നെയാണ്, എൻ്റെ പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ കുറച്ച് ചില സമയം വരുമ്പോൾ ഇടയ്ക്ക് ട്രേഡ് എടുക്കും. ഞാൻ ഡെയിലി ട്രേഡറും അല്ല, ഞാൻ എല്ലാ ദിവസവും കയറി ട്രേഡ് എടുക്കാറുമില്ല. എന്നാൽ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം തലേന്ന് രാത്രി ഇനിയിപ്പോൾ ട്രേഡ് എടുത്താലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും മാർക്കറ്റ് ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഞാൻ ഏകദേശം 8 വർഷമായിട്ട് മാർക്കറ്റിൽ തന്നെയുള്ള ആളാണ്. ഞാൻ എല്ലാ ദിവസവും കയറി ട്രേഡ് എടുക്കാറില്ല എന്ന് മാത്രം. ഓക്കെ, ഇതൊക്കെ എൻ്റെ ബാക്കിലുള്ള സ്ക്രീനാണ് ഗൈസ്. എല്ലാവരും ഒന്ന് കയറി ആ അകത്ത് കാണുന്ന ഈ തീ പോലുള്ള ഫയറിൻ്റെ സാധനമാണ് ഈ കമ്പ്യൂട്ടറിൽ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇതിൽ നിന്നാണ് ആ സ്ക്രീനിലുള്ള എല്ലാ പരിപാടിയും. ഇതൊക്കെ ഓരോരോ കുഞ്ഞു ടി വികളാണ് കേട്ടോ. ഈ 32 സൈസ് 28 സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചിൻ്റെ ചെറിയ ടി വികൾ ഇങ്ങനെ അറ്റാച്ച് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ടി വി അല്ല, LED സ്ക്രീൻസ്. ഓക്കെ, അപ്പോൾ അകത്തും പരിപാടി എന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാമ്പിളിങ് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാമ്പിളിങ് അല്ല. ഇതിനകത്തിപ്പോൾ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കറക്റ്റായിട്ട് എല്ലാവരും ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. 1:3 അല്ലെങ്കിൽ 2:5. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല എന്ന് മാത്രം. ഞാനത് അങ്ങനെ ഫോളോ ചെയ്യാറില്ല. എനിക്ക് മാർക്കറ്റ് എത്ര തരുന്നു അത്ര ഞാൻ എടുക്കാറുണ്ട്. ഓക്കെ, അതേ ഫ്രണ്ടിലൊരു സ്ക്രീനുണ്ട്, ഇപ്പർ സൈഡിലും ഉണ്ട്, പിന്നെ അകത്തുണ്ട്. അകത്ത് ശേഷം 4-5 സ്ക്രീനാണുള്ളത്. ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്, നേരെ കാണുന്ന ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ വർക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടെ ഒരു സ്ക്രീനുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ സ്ക്രീൻ കഴിഞ്ഞു. മെയിൻ സ്റ്റേജാണ് ഫുള്ള് വലിയ സ്ക്രീൻ വരുന്നത്. മെയിൻ സ്റ്റേജിൻ്റെ സ്ക്രീനാണ് ഈ കാണുന്നത്. അത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. മെയിൻ സ്റ്റേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ഗാംബ്ലിംഗ് ആയിട്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ഞാനും അത്യാവശ്യം ലോസ് വരാതെ എന്തെങ്കിലും പ്രോഫിറ്റ് വെച്ചിട്ട് ചാടി ഇറങ്ങാമെന്നുള്ള പരിപാടിയാണ്. ഇതിനിടയിൽ ഞാനൊരു ദിവസത്തെ വീഡിയോ ഇട്ടിട്ടില്ല. അതെനിക്ക് 1700 രൂപ ലോസായിരുന്നു. അത് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ മറ്റേ ഫുൾ വർക്ക് ചെയ്യേണ്ടത്. താഴെ ഗ്ലാസും മേളിലും ഗ്ലാസ്, എൻ്റെ ഫുൾ വർക്ക് ചെയ്യേണ്ടുള്ള വീഡിയോ ഇതാണ്. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് ഗാംബ്ലിംഗ് ആയിട്ട് കാണാറില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ 1700 രൂപ എനിക്ക് ലോസ് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അല്ലാതെ തന്നെ അത് ഓട്ടോ സ്കോർ ഓഫ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് അതിൽ നോക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അതിൽ ഈ പറഞ്ഞ പോലെ സൈറ്റ് നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇത് മെയിൻ വരുമാന മാർഗ്ഗം ഇതല്ല. എൻ്റെ വർക്കും പ്രോജക്റ്റും തന്നെയാണ് മെയിൻ വരുമാന മാർഗ്ഗം. ഇത് നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ അങ്ങോട്ട് തോന്നുമ്പോൾ കയറാവല്ല, മാസത്തിൽ 1 വട്ടം 2 വട്ടം കയറാമെന്നുള്ളതല്ല. ഞാനങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ 5 ദിവസം ഞാൻ ട്രേഡ് എടുക്കാറുണ്ട്. ഇന്ന് പിന്നെ ഈ ആഴ്ച തന്നെ 2 ദിവസം ലീവായിട്ടുണ്ട്. വെള്ളിയാഴ്ച എന്തോ ലീവുണ്ട്.
അത് കാരണം കൊണ്ട് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലീവുണ്ട്. അത് കാരണം കൊണ്ട് മറ്റേ അന്നും ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്ത് വിടൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, ലൈക്കെങ്കിലും ചെയ്ത് വിടൂ കേട്ടോ, പ്ലീസ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് വിട്. എൻ്റെ ട്രേഡിങ്ങും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് വിട്. ഓക്കെ, താങ്ക്സ് ടു ഓൾ, ബൈ.